അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഇവിടെ എല്ലാവരും സുഖമായിരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ മീഷോന്ന് വാങ്ങിച്ച ഡ്രസ്സുകൾ കുറച്ച് കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊന്നുമില്ല, ഒരു 3 to 4 ഐറ്റംസ് ഇതിനകത്ത് കോഡ് സെറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അബായ ഗൗൺ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അങ്ങനെ 1-2 ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ എല്ലാം അണ്ടർ 600 താഴെയാണ് വരുന്നത് കേട്ടോ. കാഷ്വൽ വെയറൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ളത് നല്ല ഭംഗിയുള്ള ഐറ്റംസ് തന്നെയാണ്. അപ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഒരു 2 പീസ് കുർത്ത സെറ്റാണ്. നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റാർഡ് യെല്ലോ കളറിൽ വരുന്ന ഒരു കുർത്ത സെറ്റാണ് കേട്ടോ. ഇതാണ് ഐറ്റം വന്നിട്ട്. നമുക്ക് കാഷ്വൽ വെയറൊക്കെ ആയിട്ട് അല്ലെങ്കിൽ നല്ല ഷോളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈവൻ പാർട്ടി വെയർ ആയിട്ട് വരെ യൂസ് ചെയ്യാം. അതുപോലെ നല്ല ഭംഗിയുള്ളൊരു 2 പീസ് സെറ്റാണ്. കളർ വന്നിട്ട് മസ്റ്റാർഡ് യെല്ലോ കളറാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് റയോൺ അല്ല, കോട്ടനാണ് മെറ്റീരിയൽ കേട്ടോ. എന്ന് വെച്ചാൽ സോഫ്റ്റ് കോട്ടനാണ് മെറ്റീരിയൽ. ഇതാണ് നമ്മുടെ ഐറ്റം വന്നിട്ട്. വിത്തൗട്ട് ലൈനിങ് ആണ്. ഇതിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നെക്ക് വന്നിട്ട് ഇതുപോലെ വി നെക്കാണ്. മിഡിൽ വന്നിട്ട് ഈ ഓപ്പോഷനിൽ ഇതുപോലെ ഒരു പീസ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെ ഈ ഓപ്പോഷനിൽ ബാക്കി ചുറ്റിലും നമുക്ക് എംബ്രോയ്ഡറി വിത്ത് മിറർ വർക്കാണ് വന്നേക്കുന്നത്. നല്ല ഫ്ലോറൽ പ്രിൻറ്റഡ് ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ ഇവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിലേക്ക് ഇതായി ഈ ഒരു ഭാഗത്ത് ഇതുപോലൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയാണ് ചെറിയൊരു പ്ലീറ്റ്സ് ഇട്ടേക്കാണ്. 3 to 4 പ്ലീറ്റ്സ് ഇട്ടേക്കണോണ്ട് തന്നെ ഫ്രണ്ട് ഇങ്ങനെ വിടർന്ന് കിടക്കാൻ പാകത്തിന് കേട്ടോ. സൈഡിലേക്ക് സൈഡിലേക്ക് സ്ലിറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു കാഫ് ലെങ്ത് അല്ല, ഒരു നോർമൽ 2 പീസ് കുർത്ത സെറ്റിൻ്റെയൊക്കെ ലെങ്ത്തിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. ബാക്ക് സൈഡ് നോർമലാണ്. ഞാൻ സൈഡിലിടുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും. ഇതിൻ്റെ പാൻറ് വന്നിട്ട് ഇതാണ്. സെയിം കളറിൽ തന്നെ കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള കളറാണ്. നല്ല ഇലാസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് ബാൻഡാണ്. പോക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. നോർമലായിട്ട് വരുന്ന നല്ലൊരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇട്ടാലും നല്ല രസമുണ്ട് കാണാൻ. നല്ലൊരു കളർ കോമ്പിനേഷനുമാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ വാങ്ങിയ സൈസ് വന്നിട്ട് ലാർജാണ്. ഇതിൻ്റെ സ്മോൾ തുടങ്ങി XXL വരെ അവൈലബിൾ ആണ് കേട്ടോ. റേറ്റ് വന്നിട്ട് 600 താഴെയാണ്. എക്സാക്റ്റ് റേറ്റ് ഞാൻ സൈഡിൽ എഴുതി കാണിക്കാം കേട്ടോ. നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു അബായ ഗൗണാണ് കേട്ടോ. പുതിയ മോഡലിൽ വരുന്നൊരു അബായ ഗൗണാണ്. ഇതിൻ്റെ വീഡിയോയിൽ കാണുന്ന പോലെയുള്ള കളറല്ല, കുറച്ചും കൂടി ഡിമ്മായിട്ടുള്ള ഒരു ഗ്രേ കളറിലാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഐറ്റം വന്നിട്ട്. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് നോർമൽ ഒരു അബായ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. എന്നാൽ തന്നെ ഇതിന് നമ്മുടെ ഈ വേസ്റ്റിൻ്റെ ഭാഗം തുടങ്ങി താഴേക്ക് ഇതുപോലൊരു ഫുൾ ക്ലോഷർ ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. സ്ലീവ് വന്നിട്ട് ആസ് യൂഷ്വൽ ഫുൾ സ്ലീവ് തന്നെ. സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലത്തെ നല്ല കട്ടിയുള്ള ഇലാസ്റ്റിക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് നന്നായിട്ട് ഇങ്ങനെ ബലൂൺ സ്ലീവ് പോലെ ഇങ്ങനെ കിടക്കാൻ പാകത്തിന് കേട്ടോ. എൻഡിൽ വന്നിട്ട് ഇതുപോലെ ഒരു എക്സ്ട്രാ പീസ് ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നന്നായിട്ട് ഫ്രിൽസ് ഇട്ടേക്കാണ്. താഴ്ഭാഗം ഇങ്ങനെ വിടർന്ന് കിടക്കാൻ പാകത്തിന് കേട്ടോ. ബാക്കിലൊക്കെ ആസ് യൂഷ്വൽ നോർമലാണ്. ഒരു പർദ്ദ പോലെ തന്നെ. പക്ഷേ ഇതിൻ്റെ കൂടെ ഒരു ബെൽറ്റ് കൂടി അവർ സെയിം മെറ്റീരിയൽ കൊണ്ട് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് യൂസ് ചെയ്യുമ്പോൾ ശരിക്കും നല്ല ഭംഗിയുള്ള ഗൗണാവും കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു വൈറ്റ് കളറിലുള്ള മാച്ചായിട്ട് വൈറ്റ് കളറിലുള്ള ഷോളും കൂടി തരുന്നുണ്ട്. മെറ്റീരിയൽ വന്നിട്ട് രണ്ടും ജോർജറ്റാണ് കേട്ടോ. ഇത് ഇച്ചിരി ക്വാളിറ്റി കുറവാണ് ഇതിൻ്റെ. നമ്മൾ സാധാരണ നമുക്ക് ഓഫ്ലൈനായിട്ട് വാങ്ങുന്ന ടൈപ്പിൽ ഞാൻ ഈ വേറെ ഏതെങ്കിലും ടൈപ്പുള്ള ഷോളല്ല. ഇത് കുറച്ച് ക്വാളിറ്റി കുറവാണ്, ലെങ്ത്തും കുറവാണ്, പക്ഷേ മാച്ചാണ്, നല്ലതാണ് കേട്ടോ. ഇതും ഞാൻ പറഞ്ഞില്ലേ, റേറ്റ് വന്നിട്ട് 600 താഴെയാണ് വരുന്നത്. ഇതും നല്ലൊരു നമുക്ക് എന്തായാലും പാർട്ടി വെയർ ആയിട്ട് വരെ യൂസ് ചെയ്യാവുന്ന നല്ലൊരു ഗൗൺ തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഒരു കോഡ് സെറ്റാണ്. 2 പീസ് സെറ്റ് തന്നെ. നല്ല ഭംഗിയുള്ള ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന നല്ലൊരു പാകിസ്ഥാനി മോഡലിലോ അങ്ങനെ എന്തോ വരുന്നൊരു കുർത്ത സെറ്റ് അല്ലെങ്കിൽ കോഡ് സെറ്റാണ് കേട്ടോ. ലാവൻഡർ ഷെയ്ഡാണ്. നമുക്ക് എന്തായാലും കാഷ്വൽ വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്ന നല്ലൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഇതിൻ്റെ ഇതാണ് മെറ്റീരിയൽ വന്നിട്ട് റയോൺ ആണ് മെറ്റീരിയൽ. വിത്തൗട്ട് ലൈനിങ് ആണ്. ഇതിൻ്റെ നമ്മുടെ നെക്ക് പോർഷൻ വന്നിട്ട് ഇതുപോലെ ഹൈ നെക്ക് കൊടുത്തിട്ട് ഫ്രണ്ടിലേക്ക് ഇതുപോലെ ഒരു ഓപ്പണിങ് കൊടുത്തേക്കാണ്. താഴേക്ക് ത്രൂ ഔട്ട് ഇതുപോലത്തെ നല്ല വലിപ്പമുള്ള ക്ലോഷർ ബട്ടണാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഫ്രണ്ടിൽ ഒരു സ്ലിറ്റ് ഇട്ടിട്ടുണ്ട് അവർ. സൈഡിൽ സ്ലിറ്റൊന്നുമില്ല.
താഴ്ഭാഗം വന്നിട്ട് ഇങ്ങനെ ഒരു ഷേപ്പിലാണ് കട്ടിങ് വന്നേക്കണേ കേട്ടോ. ഉള്ളിൽ വൺ സൈഡ് പോക്കറ്റ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ പോക്കിൻ്റെ വൺ സൈഡ് പോക്കറ്റ് ഉണ്ട്. സ്ലീവ് വന്നിട്ട് 3/4 ആണ്. പക്ഷേ സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ ചെറുതായിട്ട് ഫ്രീസൊക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക ഭംഗിയിലാണ് വന്നേക്കുന്നത്. വീഡിയോ സൈഡിൽ ഇട്ടേക്കുന്ന വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ട് ഇതുപോലെ ഫ്രീസ് ഇട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഇതുപോലെ കട്ടിങ് ഒക്കെ കൊടുത്തിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതുപോലൊരു കട്ടിങ് ഒക്കെ കൊടുത്തിട്ടുള്ള ഫ്രീസൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് പലാസോയാണ് കേട്ടോ. ഓപ്പോസിറ്റാണല്ലോ. ഇതിൻ്റെ പാൻറ്റ് പലാസോയാണ്. സെയിം മെറ്റീരിയൽ തന്നെ റയോൺ മെറ്റീരിയലിലാണ് വന്നിട്ടുള്ള പലാസോയാണ്. നല്ല ഇലാസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് ബാൻഡാണ്. പോക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നല്ലൊരു പലാസോയാണ് കേട്ടോ. നോർമലായിട്ട് നമുക്ക് എന്തായാലും കാഷ്വൽ വെയറൊക്കെയായിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ടും 600-ൽ താഴെയാണ്. ഇതും അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു സിംഗിൾ പീസ് ഒരു ടോപ്പാണ്, അല്ലെങ്കിൽ ഒരു മിഡിയാണെന്നൊക്കെ പറയാം കേട്ടോ. മിഡിയൊക്കെ പോലെ ഇതാണ്. നമുക്ക് അടിയിൽ ജീൻസോ അല്ലെങ്കിൽ ലെഗിൻസോ ഒക്കെ പെയർ ചെയ്യാനും മാച്ചായിട്ടുള്ള ഒരു ടോപ്പാണ്. നല്ലൊരു അടിപൊളി ഐറ്റം തന്നെയാണ്. ഇതിൻ്റെ മെറ്റീരിയലാണ് ഹൈലൈറ്റ്. ഇതിൻ്റെ ഒരു എന്താ പറയുക മെറ്റീരിയൽ, സാറ്റിൻ മെറ്റീരിയൽ, അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത് വന്നത്. ചെറിയൊരു ഗ്ലേസിങ് ഒക്കെ ഉള്ള ടൈപ്പ്. ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഇതുപോലെ കോളർ നെക്കാണ്. ഫ്രണ്ടിലേക്ക് ത്രൂ ഔട്ട് ക്ലോഷർ ബട്ടണാണ്, ഷോ ബട്ടണാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇവിടം വരെ നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗം വരെ. ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് 3/4 ആണ്. സ്ലീവിൻ്റെ എൻഡിൽ നല്ല കട്ടിയായിട്ട് വന്നിട്ടുള്ള എന്തൊരു സംഭവം അതിൻ്റെ ഉള്ളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നല്ല കട്ടിയാണ് കേട്ടോ ഇതിന്. സൈഡിൽ ഇതുപോലെ ബട്ടണൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സൈഡിലേക്ക് ഇതുപോലെ വൺ സൈഡായിട്ട് കെട്ടാനായിട്ടൊരു വള്ളിയും കൂടി ഒരു നല്ല ലെങ്ത്തുള്ള വള്ളി അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയും ലെങ്ത്തിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് ഈ ഒരു വള്ളിയോട് ചേർന്നിട്ട് താഴേക്കായിട്ടാണ് ഇതുപോലെ ക്ലോഷർ ബട്ടണും അതുപോലെ ഫ്രണ്ട് സ്ലിറ്റും കൊടുത്തേക്കുന്നത്. സൈഡിലോട്ടായിട്ട് വരും ആ ഒരു സ്ലിറ്റ് വരുന്നത്. ഓൾമോസ്റ്റ് കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. കോളേജ് സ്റ്റുഡൻസിനൊക്കെ എന്തായാലും യൂസ് ചെയ്യാവുന്ന നല്ലൊരു അടിപൊളി ഐറ്റമാണ്. നല്ല ഭംഗിയുണ്ട്. ഇതും 600-ൽ താഴെയാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത്. ഇതെല്ലാം ഞാൻ വാങ്ങിയേക്കണത് ലാർജാണ് സൈസ്. അവൈലബിൾ ആയിട്ടുള്ള സൈസ് വന്നിട്ട് സ്മോൾ തുടങ്ങി XXL വരെ ഈ കാണിച്ച എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ കാണിച്ച അബായ ഗൗൺ മാത്രം ഫ്രീ സൈസാണ്. ഫ്രീ സൈസ് എന്ന് പറയുമ്പോൾ ഒരു 42-44 ആ ഒരു സൈസാണ് വരുന്നത് കേട്ടോ. നമുക്ക് ആ ബെൽറ്റ് ഉള്ളതുകൊണ്ട് ഫ്രീ സൈസ് ആയാലും നമുക്കത് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാവർക്കും യൂസ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോയിൽ കാണിച്ച ഡ്രസ്സുകൾ ഓൾമോസ്റ്റ് എല്ലാം നല്ല ഐറ്റംസ് തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഏതെങ്കിലും ഡ്രസ്സുകളെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സ് വഴി ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് വരാം. അസ്സലാമു അലൈക്കും. ബൈ.